പിന്നെ അന്ന് ഡോക്ടർ പീരീഡ് ആവാനുള്ള ടാബ്ലറ്റ് തന്നു. അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലെ പ്രശ്നങ്ങൾ മൂലം നമുക്ക് ഹോസ്പിറ്റലിൽ റീവിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ പീരീഡ് ആവാനുള്ള ടാബ്ലറ്റ് ഇങ്ങനെ 2 മാസം 3 മാസം കൂടുമ്പോൾ ആവാതെ വരുമ്പോൾ. ഹായ് ആൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ചാനലാണ്. അപ്പം ഞാൻ ഇന്ന് വന്നതെന്ന് വെച്ചാൽ, ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഇൻഫെർട്ടിലിറ്റി, അതായത് വന്ധ്യത. എനിക്ക് 24 വയസ്സാണ്. ഞാൻ 2000 ജനിച്ച ഒരു ആളാണ് കേട്ടോ. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി നമ്മുടെ ജീവിതത്തെ എന്തുമാത്രം ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം, ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ ഈ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും മറ്റേ എന്തൊരു പനി നീർ നീലാവിൻ പൂമഴ അങ്ങനൊരു പാടിൻ്റെ റീൽസ് ചെയ്യാറുണ്ടായിരുന്നില്ലേ? അപ്പോൾ അതിൽ കോമൺ ആയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആരൊക്കെയാണ് 1 ഇയറിനുള്ളിൽ കുട്ടികളുണ്ടായത്. അപ്പം ഞാൻ അതിനെന്തെന്നും വെറൈറ്റി ആയിട്ട് ചിന്തിച്ചു, ആർക്കൊക്കെയാണ് 1 ഇയറിനുള്ളിൽ കുട്ടികൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ട് ഉണ്ടാവാതെ പോയത് എന്ന് ഇട്ടു. അപ്പോൾ അത് ഏകദേശം 8 ലക്ഷം പേരെയോളം കണ്ടു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 1 മില്യൺ അടിക്കാൻ ഇനി കുറച്ചുകൂടെ ഉള്ളൂ. അപ്പോൾ അത് വന്ന കമൻസ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെ പോലെ കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ ആ വീഡിയോയുടെ അടിയിൽ വന്ന കമൻസ്, നമ്മളെക്കാളും ഒരുപാട് വർഷത്തോളം കാത്തിരിക്കുന്നവരുണ്ട്, വർഷങ്ങളോളം കാത്തിരിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഞാൻ പറയാൻ വന്നത് എൻ്റെ ഇൻഫെർട്ടിലിറ്റി സ്റ്റോറി. ഇപ്പോഴും സ്റ്റിൽ ഗോയിങ് ആണ് കേട്ടോ. എന്നാലും എൻ്റെ 2019 മുതൽ 2024 വരെയുള്ള എൻ്റെ ഒരു സ്റ്റോറി ഒരുപാടുണ്ട്. അപ്പം നമുക്ക് കുറച്ചായിട്ട് പാർട്ടായിട്ട് കേട്ടങ്ങ് പോവാം. അപ്പോൾ ആദ്യത്തേന്ന് വെച്ചാൽ, എനിക്ക് കല്യാണത്തിന് മുന്നേ തന്നെ പീരീഡ്സ് പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരും നാണക്കേടൊന്നും വിചാരിക്കേണ്ട, പീരീഡ്സിനെ പറ്റി സംസാരിക്കുന്ന അതെല്ലാവരുടെ ലൈഫിലുള്ളതാണ്. അപ്പോൾ അത് തുറന്ന് പറയുമ്പോഴേ നമുക്കുള്ളതും മറ്റുള്ളവർക്കുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ 2015-16 തൊട്ടൊക്കെ എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ ഒരു എൻ്റെ കഥ പറയുമ്പം 2000 മുതൽ പറയേണ്ടി വരും. ചബ്ബി ആയിട്ടുള്ള ഒരു ബേബി ആയിരുന്നു. അപ്പോൾ നല്ല വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു, എബവ് 3 മുകളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടാലൊരു 6 മന്ത്സ് ബേബി ആയിട്ടാണ് കയ്യിൽ തന്നതെന്നാണ് ഉമ്മയൊക്കെ പറയാറ്. അപ്പോൾ എന്നാലും ഹെൽത്തി ആയിട്ടുള്ളൊരു വണ്ണമായിരുന്നു തടി, അല്ലാതെ ഭയങ്കരമായിട്ടുള്ള എപ്പോഴും അസുഖമുള്ള അങ്ങനെ ഒരു കാറ്റഗറിയിലുള്ള തടിയല്ല കേട്ടോ എൻ്റെത്, ജന്മനാ ഉള്ള തടിയാണ്. അപ്പോൾ അങ്ങനെ 15 വയസ്സ് വരെ എനിക്ക് യാതൊരു ഹെൽത്ത് പ്രോബ്ലംസും ഇല്ലായിരുന്നു. വളരെ ഹെൽത്തി ആയിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഇതുവരെ 15 വയസ്സിനിടയ്ക്ക് ഹോസ്പിറ്റലിൽ ഞാൻ ഒരിക്കൽ പോലും അഡ്മിറ്റ് ആയിട്ടില്ല. ഇടയ്ക്കൊക്കെ പനിയൊക്കെ വരും, അതൊക്കെ അങ്ങ് മാറും. അപ്പോൾ 15 വയസ്സിന് ശേഷം കറക്റ്റായിട്ട് വന്നുകൊണ്ടിരുന്ന പീരീഡ് ലേറ്റ് ആവാൻ തുടങ്ങി. 1 മന്ത് ലേറ്റ് ആവും, വരും. പിന്നെ 2 മന്ത് ലേറ്റ് ആവും, വീണ്ടും വരും. പിന്നെ 3 മന്ത് 4 മന്ത് അങ്ങനെ. പിന്നെ കുറച്ചായപ്പോഴത്തേക്ക് ഒരു +1 കാലഘട്ടമൊക്കെ എത്തിയപ്പോൾ പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ മെൻ്റലി ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് വീഡിയോ ആയിട്ട് പറയണം, ഞാനത് പറയും വീഡിയോസിൽ. അത് ഒരുപാട് പേരെ അത് ബാധിക്കുന്ന കാര്യമാണ്. എന്നാലും ഞാനത് ഒരുപാട് പേരൊന്നുമല്ല, 2-3 വ്യക്തികളെ ബാധിക്കുന്ന കാര്യം. അത് ഞാൻ ഉറപ്പായിട്ടും ഇവിടെ ഞാൻ പറയും. അത് ആളുകളെ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും, അത് ഞാൻ പറയും. ഇപ്പം ഞാൻ പറയാൻ വന്ന എൻ്റെ ഇൻഫെർട്ടിലിറ്റി സ്റ്റോറി, അതും അതിൻ്റെ ഒരു പാർട്ട്. അപ്പോൾ ഡിപ്രഷൻ, മെൻ്റൽ സ്ട്രെസ്സ് ഇതൊക്കെ കൂടുമ്പോൾ നമുക്ക് ഇൻഫെർട്ടിലിറ്റി തനിയെ ഉണ്ടാവും, പീരീഡ് പ്രശ്നങ്ങൾ വരും. അങ്ങനെ വീട്ടിലെ പ്രശ്നങ്ങൾ ചിന്തിച്ച് കൂട്ടി, പിന്നെ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ചിന്തിച്ച് എനിക്ക് സ്ട്രെസ്സ് കൂടിയിട്ട് ആണ് ഈ പീരീഡ്സ് തെറ്റാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു 6 മാസം വെയിറ്റ് ചെയ്തു കേട്ടോ. എന്നിട്ടും പീരീഡ് ആവാതെ വന്നു. ശരീരമൊക്കെ അങ്ങ് തടിച്ച് വീർത്തിട്ട് മുഖമൊക്കെ ഞാനിതിലൊരു ഫോട്ടോ കിട്ടുമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ആ സമയത്ത് ഉള്ള ഫോട്ടോയാണ്, പീരീഡ് ആവാതിരുന്ന സമയത്ത്. ഭയങ്കരമായിട്ട് പഫി ആയിട്ടുള്ള ഫേസ്, ശരീരമൊക്കെ ഒരു ബലൂൺ കണക്കെയായിരുന്നു. അങ്ങനെ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഉമ്മ കൊണ്ടുപോയി. കാരണം നമുക്ക് അന്നത്തെ സമയത്ത് ഹോസ്പിറ്റലിൽ പോകാൻ പോലും പറ്റാത്തൊരു സാഹചര്യം. അത് ഓർക്കുമ്പോൾ ഇപ്പോഴും പേടിയാണുള്ളിൽ. അങ്ങനെ കുറച്ച് പൈസയൊക്കെ ഒപ്പിച്ച് ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞു തൈറോയ്ഡൊക്കെ TSH 3, 4, T3, T4 അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തപ്പോൾ തൈറോയ്ഡ് ഉണ്ട്.
അങ്ങനെ 25-ൽ തൈറോയ്ഡ് സ്റ്റാർട്ട് ചെയ്ത്, അത് 25 mcgയിൽ തൈറോയ്ഡ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കേട്ടോ. അങ്ങനെ കഴിച്ചു. പിന്നെ അന്ന് ഡോക്ടർ പീരീഡ് ആവാനുള്ള ടാബ്ലറ്റ് തന്നു. അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലെ പ്രശ്നങ്ങൾ മൂലം നമുക്ക് ഹോസ്പിറ്റലിൽ റീവിസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ പീരീഡ് ആവാനുള്ള ടാബ്ലറ്റ് ഇങ്ങനെ 2 മാസം 3 മാസം കൂടുമ്പോൾ ആവാതെ പീരീഡ് ടാബ്ലറ്റ് വാങ്ങിച്ച് ടാബ്ലറ്റ് തന്നു. അങ്ങനെ പീരീഡായി. അങ്ങനെ വീണ്ടും 2-3 മാസം ആവാതെയൊക്കെ വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ പോവാതെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആ ടാബ്ലറ്റ് വാങ്ങി കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റിയത് സത്യത്തിൽ. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വാങ്ങിച്ച് കഴിക്കും. ഒരു വർഷത്തോളമൊക്കെ അങ്ങനെ ടാബ്ലറ്റ് ഇട്ടാൽ മാത്രമേ എനിക്ക് ഇപ്പോൾ വരേക്കും ടാബ്ലറ്റ് ഇട്ടാൽ മാത്രമേ എനിക്ക് പീരീഡ് വരുള്ളൂ. ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ടാബ്ലറ്റ് ഇട്ട് പീരീഡ് വരുത്താൻ തുടങ്ങി. പിന്നെ ആദ്യമൊക്കെ കഴിച്ച് 1 വീക്ക് കഴിയുമ്പോൾ വരുമായിരുന്നു. പിന്നെ അതിൻ്റെ ഡ്യൂറേഷൻ കൂടാൻ തുടങ്ങി. 1 വീക്ക് 2 വീക്ക് 1 മന്ത് വരെയൊക്കെ ആയതിന് 2 വീക്സൊക്കെ കഴിഞ്ഞതിന് ശേഷമേ എനിക്ക് വരുള്ളൂ പീരീഡ്സും. അത് ലൈറ്റായിട്ട് ഇത്ര സ്പോട്ടിങ് പോലെയാണ് ആ ഒരാഴ്ച വീക്ക് ഗുളിക കഴിച്ചാൽ വരുന്നത്. പിന്നെ അങ്ങോട്ട് നമ്മൾ കല്യാണം വരെ ഹോസ്പിറ്റലിലൊന്നും പോയില്ല. അതാണ് സത്യം. കല്യാണത്തെ ടൈമിലൊക്കെ ഞാൻ നല്ല തടിയായിരുന്നു കേട്ടോ. ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാം. നല്ല തടിയായിരുന്നു. കാരണം ഈ പ്രശ്നം സ്റ്റില്ലുണ്ട്. കാരണം ഇത് ഇത്രത്തോളം സിവിയാരിറ്റി ഉള്ള പ്രശ്നമാണെന്ന് നമ്മൾ അപ്പോഴും അറിയുന്നില്ല. അപ്പോൾ നമുക്ക് ബാക്കി സ്റ്റോറി അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് കാണാം. ഇനി ചെയ്താൽ ലോങ് ആയിപ്പോവും. അപ്പം എൻ്റെ ഈ അനുഭവമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതുപോലെ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബായ്.